നിന്റെ വേഷം കൊള്ളാം. നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. കോംപ്ലിമെന്റിന് നന്ദി. എന്റെ വേരുകൾ തേടിയാണോ നിന്റെ ഈ വരവ്? അങ്ങനെ വരാൻ നീ ആരാ? നീ എന്തൊക്കെയോ ആണെന്നും നിന്നെക്കൊണ്ട് എന്തൊക്കെയോ നടക്കുമെന്നൊക്കെ നീയല്ലേ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ പുറത്ത് അടയിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ പുറത്തേക്കുള്ള കുതിര കയറ്റോ? നീ ഒന്നുമല്ലെന്നും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും അല്പം മുമ്പ് സ്വരൂപാനന്ദ സ്വാമി പറഞ്ഞത് നീ കേട്ടില്ലേ? ചതിയും വഞ്ചനയുമായി നടക്കുന്നവരൊന്നും അധികകാലം ഈ ഭൂമിക്ക് ഭാരമായി നിൽക്കില്ലെന്ന്. ഓർത്തു വെച്ചോ, മനസ്സിൽ കുറിച്ചു വെച്ചോ. നീ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ, ഈ ഭക്തിയുടെ മറവിലുള്ള ചീറ്റിംഗ്, ഇത് നിന്റെ അവസാനത്തെ കളിയാ. നിന്റെ ഒടുക്കം ഒരുക്കുന്ന കളി. എന്റെ ഒടുക്കം നീ തീരുമാനിക്കുന്നതിന് മുമ്പ് നിന്റെ അടക്കം ഞാൻ നടത്തും. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഈ വേഷം എടുത്ത് അണിഞ്ഞിരിക്കുന്നെ. ശത്രുരാജ്യത്തെ ആക്രമിക്കാൻ ശത്രുരാജ്യത്തിന്റെ വായ്ഭാഗത്തേക്ക് ചെന്ന് കയറി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആയുധങ്ങൾ തൊടുത്ത് കൃത്യമായി കൊള്ളിക്കാനുള്ള കഴിവുണ്ടായ മാത്രം മതി. ആ കഴിവ് എനിക്കുണ്ട്. അത് വെച്ച് നിന്റെ കളക്ടർ കസേര വരെ ഞാൻ ഇളക്കും. അത് സർക്കാർ മുദ്രയുള്ള കസേരയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തത്. അത് നിന്റെ ഇത്തിരി പോന്ന വെയിലത്തൊന്നും വാടില്ല. വെയിലത്തല്ലേ വാടാത്തത്? ഇനി വരാൻ പോകുന്നത് സുനാമിയാ. അതില് നീയും നിന്റെ കുടുംബവും ഒലിച്ചു പോവും ശാലിനി. വർഷങ്ങളായിട്ടുള്ള എന്റെ പക മുഴുവൻ ഞാൻ അതിൽ ആവാഹിക്കും. അതിനെ തടയാൻ നിനക്കാവില്ല. ശ്രമിക്കേ, നിന്നെ കൊണ്ടാവും വിധം ശ്രമിക്കേ. സ്വച്ഛന്ത മരണം പോകുന്നതിന് മുമ്പ് ഏതൊരു യോദ്ധാവും മനസ്സിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ഒന്നും നടക്കില്ലെന്ന് കാലം തെളിയിക്കും. വിധി എഴുതി വെച്ചത് മാറ്റാൻ പറ്റില്ലല്ലോ. നിന്നെ ഒതുക്കാൻ നീ തന്നെ വഴിമരുന്നിട്ട അവസ്ഥയാ ഞാനിപ്പോ ഇവിടെ കാണുന്നത്. എന്തായാലും നീ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഞാനത് പിടിച്ചങ്ങ് കയറിക്കോളാം. സുസ്മിത ഇനി മറവിലല്ല, കൺമുന്നിൽ, നേർക്കുനേർ. തടയാൻ പറ്റുന്ന സകല സന്നാഹങ്ങളും ഒരുക്കിക്കോ. ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടാവും. വായിട്ടലയ്ക്കുന്നതേ ഭീരുത്വ. നീ ചെയ്തു കാണിക്ക്, എന്നിട്ട് തുടങ്ങി വെക്കേ. പിന്നെ അത് അവസാനിപ്പിക്കുന്നത് അത് ഞാൻ തീരുമാനിക്കും. അപ്പോഴേക്കും നിന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. വരട്ടെ. ഈ വേഷം കൊള്ളാം, പിന്നെ നിന്റെ ഭജനയും. ഈ ആളെ പറ്റിക്കാനാണെങ്കിലും അങ്ങനെയെങ്കിലും നീയൊന്ന് ഈശ്വരനെ വിളിക്കുന്നുണ്ടല്ലോ. അത് തന്നെ മഹാഭാഗ്യം. ചെന്ന് കേറുമ്പോ അത്രയും കുറച്ച് അനുഭവിച്ചാ മതിയല്ലോ.